പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടിക്ക് ഏതെങ്കിലും പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അച്ചീവ്മെൻറ്റുകളൊക്കെ നടത്തി കഴിയുമ്പോൾ വീട്ടിൽ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ആ കുട്ടികൾക്ക് എന്തെങ്കിലും പാരിതോഷികം വാങ്ങിക്കൊടുക്കും, എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു സമ്മാനം കിട്ടിയ കുട്ടിയുടെ മനസ്സാണ് ഇപ്പോൾ എനിക്ക്. ഞാനിങ്ങനെ പറയുവാൻ കാരണം, ഈ സംഘടനയിൽ കൂടിയാണ് എൻ്റെ വളർച്ചയെന്ന് പറയുമ്പോൾ എൻ്റെ ഭൗതികമായ വളർച്ച. മറ്റുള്ള വളർച്ചകൾ എനിക്ക് കിട്ടിയോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. വളരെ പണ്ടുള്ള എൻ്റെ ഒരു അനുഭവം, ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ എൻ്റെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ എനിക്ക് ഈ അവസരത്തിൽ പറയണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രം ഞാനത് പങ്കുവെക്കുന്നു. വളരെ പണ്ട്, ഈ 44 വർഷത്തിൻ്റെ ചരിത്രം പറയുന്ന ഈ സംഘടനയുടെ ആദ്യ കാലങ്ങളിൽ, ഒരു സംഘടന തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി കാണും, അല്ലെങ്കിൽ ഒരു 12 വർഷമായി കാണും. 1985 അല്ലെങ്കിൽ 88 ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വൈദ്യുതിയൊന്നും എല്ലാ വീടുകളിലുമില്ല, ടെലിവിഷൻ ഇല്ല, പിന്നെ മൊബൈൽ ഫോണിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം. മിക്ക വീടുകളിലും റേഡിയോ ആയിരുന്നു ഒരു വിനോദ ഉപാധി. റേഡിയോയിൽ കൂടെയായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ റേഡിയോയുടെ ശബ്ദം കേട്ടിട്ടായിരുന്നു നമ്മൾ ഉണരുന്നതും നമ്മളുടെ ജോലികൾ ചെയ്യുന്നതും. അതുകൊണ്ട് നമ്മളുടെ യാത്രാ സമയം പോലും നമ്മൾ ക്രമീകരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. റേഡിയോയുടെ സമയക്രമം അനുസരിച്ചായിരുന്നു ആ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, റേഡിയോ വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഞാനും. ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് കുട്ടികളുടെ ഏറ്റവും വലിയ ഇഷ്ട പരിപാടിയായിരുന്നു റേഡിയോയിലെ ബാലലോകം. ബാലലോകം കേൾക്കുവാൻ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് എപ്പോഴും റേഡിയോ ഉള്ള വീടുകളിൽ പോവുകയായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ 8ലോ 9ലോ അങ്ങോട്ട് പഠിക്കുന്ന കാലഘട്ടത്താണ് എൻ്റെ വീട്ടിൽ റേഡിയോ പോലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിവേകാനന്ദ എന്ന ക്ലബിൽ അംഗമായതിനാൽ ഞാനും ഈ പ്രദേശത്തുള്ള കുറച്ച് കുട്ടികളായിരുന്ന കാഞ്ചന, എൻ്റെ കൂടെ പരിപാടിക്കൊക്കെ വന്ന കാഞ്ചനയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പുലുശ്ശേരിൽ നമ്മുടെ പുല്ലൂന്നിലെ ഉഷയുണ്ട്, ജൽസായിയുണ്ട്, അതേപോലെ രാജിയുണ്ട്, സുഭാഷുണ്ട്, ഇവിടെ അപ്പുറത്തുള്ള സുഭാഷുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കാഞ്ഞിരപ്പള്ളി കഴിക്കയിലൊക്കെ വെച്ച് റിഹേഴ്സലൊക്കെ നടത്തി വലിയ ആഘോഷമായിട്ട് ആകാശവാണി തിരുവനന്തപുരത്ത് പോയി. ആകാശവാണി റേഡിയോയിൽ എങ്ങനെയാണ് പരിപാടി അവതരിപ്പിക്കുന്നത് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങളൊരു വണ്ടിയിൽ സുകുമാരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. ആദ്യമായിട്ടാണ് AC റൂം കയറുന്നത്. AC എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് AC റൂം എന്താണെന്ന് അറിയുന്നത്. ഒരു കൺസോളിൽ എങ്ങനെയാണ് റെക്കോർഡിങ് എങ്ങനെയാണെന്നറിയുന്നത്. ഈ ഒന്നുമില്ലായ്മയിൽ നിന്നും, ഈ ഒരു കുഗ്രാമത്തിൽ നിന്നും കുറച്ച് കുട്ടികളെ ആകാശവാണിയിൽ കൊണ്ടുപോകാനും തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുപോകാനുമൊക്കെ കാരണമായത് ഇങ്ങനെയൊരു ക്ലബ്ബായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടായത് കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ആകാശവാണി കാണാനും കഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് ഞാൻ എത്രയോ തവണ ആകാശവാണിയിൽ പലവിധ പരിപാടികൾ അവതരിപ്പിച്ചിരിക്കുന്നു. എൻ്റെ നിരവധി ഗാനങ്ങൾ ഇവിടെ ലളിതഗാനങ്ങളായി വന്നിരിക്കുന്നു, നിരവധി കവിതകൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ റേഡിയോ സ്മരണകൾ എന്നുള്ള പരിപാടിയിൽ എന്നെ അവർ അതിഥിയായി വിളിച്ചു. എൻ്റെ പരിപാടി കേട്ട് എറണാകുളത്ത് നിന്ന് ഒരു വള്ളികുന്നത്തുകാരൻ എന്നെ വിളിച്ചു. സാറ് പറഞ്ഞത് കറക്റ്റായിരുന്നു, വള്ളികുന്നത്തെക്കുറിച്ചും വിവേകാനന്ദത്തെക്കുറിച്ചും ഒക്കെ ആ റേഡിയോ സ്മരണയിൽ ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ പലതവണ ആകാശവാണിയിൽ പോയിട്ടുണ്ടെങ്കിലും എന്ന് ആദ്യമായി ഞാൻ ആകാശവാണിയിൽ ചെന്ന ആ നിമിഷം ഇപ്പോഴും എനിക്ക് മറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യവും എനിക്ക് പറയാനുണ്ട് ഈ സംഘടനയെ പറ്റി. ഈ ക്ലബിൻ്റെ തന്നെ ആദ്യകാല വാർഷികാഘോഷ പരിപാടികളിൽ
കഥാരചനയും കവിതാരചനയും മറ്റു കലാപരിപാടികളൊക്കെ നടക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന്. ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ മുരളി സാറും സുകുമാരൻ സാറും അതുപോലെ സുബ്രഹ്മണ്യനും അതുപോലെ നാസർക്കായി ഇവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഭാരവാഹികൾ. പറഞ്ഞു, ഇവിടെ പരിപാടിയുണ്ട്, പങ്കെടുക്കണമെന്ന്. ട്യൂഷന് പോകണ്ടല്ലോ, ഇവിടെ വന്നാൽ മതില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടും. നമ്പൂരി സാറൊക്കെ ഭയങ്കര അടിയായിരുന്നു. നമ്മൾ നൈസിനിങ്ങ് മുങ്ങി ഇവിടെ വന്ന് പരിപാടി അവതരിപ്പിച്ചു. വന്നപ്പോൾ എന്തുവാ, കഥാരചന കവിതാരചന. കയറിയങ്ങിരുന്നു, പേപ്പർ തന്നു, എഴുതി. റിസൾട്ട് വന്നപ്പം കഥാരചനയ്ക്കും കവിതാരചനയ്ക്കും 1ാം സ്ഥാനം. അങ്ങനെ വിവേകാനന്ദ എന്നെ ഒരു കവിയും കഥാകാരനുമാക്കി. പിന്നീട് അങ്ങോട്ട് എനിക്കൊരു പ്രതിബദ്ധതയായി മാറി, എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറിയത്. നന്നായി കഥ എഴുതണമല്ലോ, നന്നായി കവിത എഴുതണമല്ലോ. അതിനുവേണ്ടി പിന്നീട് ഞാൻ ശ്രമിച്ചു. വിവേകാനന്ദ തന്ന ഉത്തരവാദിത്വം, ഈ നാട്ടുകാർ തന്ന ഉത്തരവാദിത്വം, എൻ്റെ കൂട്ടുകാരോട് മുന്നിൽ ആളാകാൻ വേണ്ടി ഞാൻ എഴുതുവാൻ ശ്രമിച്ചു, വായിക്കുവാൻ ശ്രമിച്ചു, പരിസരത്തെ അറിയുവാൻ ശ്രമിച്ചു, എല്ലാവരെയും നിരീക്ഷിക്കുവാൻ തുടങ്ങി. ആ നിരീക്ഷണ പാടവത്തിൽ നിന്നും പലതും എനിക്ക് നേടി. ഇപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതണം. തീർച്ചയായിട്ടും തിരക്കഥ എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. നിരീക്ഷണമാണ് നമ്മളുടെ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ടൂള്. ചുറ്റുമുള്ളതിനെ നമ്മൾ നിരീക്ഷിക്കുക. അല്ലാതെ വേറെ എങ്ങൊന്നും ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് ഒന്നും കിട്ടാനില്ല. നമ്മളുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള വ്യത്യസ്തമായ ആൾക്കാരുണ്ടായിരിക്കാം, വ്യത്യസ്തമായ ചേഷ്ടകളുണ്ടായിരിക്കാം, സംഭാഷണങ്ങളുണ്ടായിരിക്കാം, രീതികളുണ്ടായിരിക്കാം, സ്വഭാവങ്ങളുണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മൾ നിരീക്ഷിക്കുകയും നമ്മളുടേതായ ഭാവനയിൽ നമ്മളതിനെ സാംശീകരിച്ചിട്ട് നമ്മൾ എഴുതുന്നു, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ നായകനാകുന്നു, ഞാൻ തന്നെ നായികയാകുന്നു, ഞാൻ തന്നെ വില്ലനാകുന്നു, ഞാൻ തന്നെ അച്ഛനാകുന്നു, അമ്മയാകുന്നു. ഒരാൾ തന്നെ വ്യത്യസ്തമായ ചിന്തകൾ കൂടി സംസാരിക്കുന്നു. വിവേകാനന്ദ തന്നതല്ലേ ഇത്? വിവേകാനന്ദയല്ലേ ഇതിന് കാരണക്കാരൻ? അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഞാൻ ഇന്നലെ ഇതുവഴി പോയപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇന്നലെ ഇതുവഴി പോയപ്പോൾ മനോഹരമായ ഒരു നാടൻ പാട്ട് ഇവിടെ കേൾക്കുന്നു. അത്യാവശ്യമായി പോയതാണ്. അപ്പോൾ ഏതോ ഒരു നല്ല ട്രൂപ്പിൻ്റെ നാടൻ പാട്ടായിരിക്കുമല്ലോ, എങ്കിൽ വന്നൊന്ന് കേട്ടിട്ട് പോകാമെന്ന് കരുതി ഞാനിവിടെ വന്നപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ പാടിയതാണ്. ഞാൻ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകനാണെന്ന്. മനോഹരമായ നാടൻ പാട്ട് കാണും. ഞാൻ അവിടെ ആ മൂലയ്ക്ക് നിന്നുകൊണ്ട് പരിപാടി കണ്ടു. അതിനുശേഷം കുറേ കുട്ടികൾ നല്ല രീതിയിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നു, പാട്ടുകൾ പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 25 പ്രോഗ്രാമാണ് ഇന്നലെ നടന്നതെന്ന്. തീർന്നില്ല, ഇന്നും ബാക്കി 25 പ്രോഗ്രാം ഉണ്ടെന്ന്. അതായത് ഒരു സാംസ്കാരിക സംഘടന, ഞാനും സെക്രട്ടറി ആയിരുന്ന ഈ ഒരു സാംസ്കാരിക സംഘടന, ഞാനത് പറഞ്ഞില്ല, പണ്ട് ഈ സംഘടനയുടെ സെക്രട്ടറിയായി ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മുജീബിക്ക ആയിരുന്നു അന്ന് പ്രസിഡന്റ്. മുജീബ് റഹ്മാനെ നിങ്ങളറിയില്ലേ? മുജീബിക്ക ആയിരുന്നു പ്രസിഡന്റ്. ഞാനും ഈ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ആ സമയത്ത് നമ്മുടെ അവിടെ വസ്തു മാത്രമേ ഉള്ളായിരുന്നു. ഒരു ഷെഡ് പകുതി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, കല്ല് പോലും കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ആ സംഘടന ഇന്ന് ഇത്രയും വളർന്നിട്ട് ഒരു നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് കാരണമായി 50ഓളം കുട്ടികൾ പരിപാടികൾ അവതരിപ്പിക്കാൻ കാത്തു നിൽക്കുന്നു. അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ ധന്യമായ മുഹൂർത്തം വേറെ ഏതുണ്ട്? ഇതിൽ കൂടുതൽ ചാരിതാർത്ഥ്യം ഈ സംഘടനയ്ക്ക് വേറെ എന്തു വേണം? 44 വർഷമായി ഈ നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് ത്രാണിയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാവലായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിളക്കായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇത്രയും കുട്ടികളുടെ പിൻബലമല്ലേ ഏറ്റവും വലുത്? ഈ കുട്ടികളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, അല്ലെങ്കിൽ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരുമ്പോൾ ഇതിൽ വലിയ സാംസ്കാരിക ഭൂമിക ഏതാണ് ഭൂമിയിലുള്ളത്, അല്ലെങ്കിൽ ഏതാണ് കേരളത്തിലുള്ളത്? ഇത്രയും വലിയ പങ്കാളിത്തമുള്ള ഈ സംഘടന എന്നെ വിളിച്ച്, അല്ലെങ്കിൽ പൂർവ്വകാല മെമ്പറായി എന്നെ വിളിച്ച് ഒരു പാരിതോഷികം തന്നതിന് ഇതിൻ്റെ എല്ലാ സംഘാടകരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ അച്ഛനമ്മമാരോടും എല്ലാ കുട്ടികളോടും ഈ സംഘടനയോട് ചേർന്ന്, കുട്ടികളോട് പ്രത്യേകിച്ച് ഈ സംഘടനയോട് ചേർന്ന് നിങ്ങൾ വളരണമെന്നും ഈ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.